ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പം ഞങ്ങൾ 3 പേരുണ്ട്. ഇന്ന് ഞങ്ങളൊരു ഗെയിം കളിക്കാൻ പോണ്, ഇമ്പോസ്റ്ററിന്റെ ഗെയിം. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഞങ്ങളിപ്പോ 3 ആൾക്ക് 3 ലോട്ട് വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ലോട്ട് ഇമ്പോസ്റ്റർ ആയിരിക്കും, ബാക്കി 2 നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഡ്രോയിങ്സ് ആയിരിക്കും. ഗെയിം എന്താന്ന് വെച്ചാൽ ആദ്യം 3 ലോട്ട് ഉണ്ടാവും. അതിൽ ഒന്നിൽ ഇമ്പോസ്റ്ററും ഇതെന്റെ, ഇത് ശില്പന്റെ, അത് ചേച്ചിന്റെ. അപ്പോൾ നമുക്കിതിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും 2 എന്തെങ്കിലും എഴുതാ. പിന്നെ ഇതിൽ ഒന്നിൽ ഇമ്പോസ്റ്റർ എന്ന് എഴുതും. അതുപോലെ എല്ലാവരും എഴുതും. എന്നിട്ട് ഇത് ആദ്യത്തെ ഒരാളുടെ അടുത്ത് കുലുക്കിയിടും. അപ്പോൾ ഓരോരുത്തരായി എടുക്കുമ്പോൾ ഇപ്പൊ ഇമ്പോസ്റ്റർ കിട്ടിയ ആൾ എന്ത് ചെയ്യണം വെച്ചാൽ മിണ്ടാണ്ടിരിക്കുക. ഇമ്പോസ്റ്ററിന് അറിയില്ല എന്താണ് അവർ വരയ്ക്കുന്നതെന്ന്, പക്ഷെ അത് വരയ്ക്കുന്നത് ഇമ്പോസ്റ്റർ മാനേജ് ചെയ്ത് വരയ്ക്കണം. ഇപ്പൊ 2 വരെയൊക്കെ തന്നെ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ആപ്പിൾ ആണെങ്കിൽ ഒരാൾ അങ്ങനെ വരച്ചാ അടുത്താളതാ ഇങ്ങനെ വരയ്ക്കുമ്പോ ഒരു നമുക്ക് ഏകദേശം കണക്ക് വെച്ച് ഇങ്ങനെ വരയ്ക്കുക. നമ്മൾ ഇമ്പോസ്റ്റർ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അതാണ് ഗെയിം. അതാണ് ഗെയിം. അപ്പൊ നമുക്ക് ഇനി കളിച്ചിട്ട് അത് ആദ്യം എഴുതാം. പിന്നെ പോയിന്റ് പറ. അറിയില്ല പോയിന്റ് എങ്ങനെയാന്ന് വെച്ചാൽ ഇമ്പോസ്റ്ററിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾക്ക് പോയിന്റും, ഇമ്പോസ്റ്ററിനെ കണ്ടുപിടിക്കാതിരിക്കുകയാണെങ്കിൽ ഇമ്പോസ്റ്റർക്ക് പോയിന്റും. ഓക്കെ, അപ്പൊ ആദ്യം എല്ലാവർക്കും എഴുതാം അവരുടെ സാധനം. ഗായ്സ്, അപ്പൊ ആദ്യം ലോട്ട് ഇടാൻ പോവാണ്. ആരൊക്കെ എടുക്കാൻ നോക്കാം. ആദ്യം എന്റെ ഇടുന്നത്. ആദ്യം എന്റെ ഇടാട്ടാ. ആദ്യം എന്റെ ഞാൻ എടുത്തു. ആദ്യം വരയ്ക്കാല്ലേ? ഇതാ അങ്ങനെ നോക്കും നിങ്ങളൊക്കെ. ഞാൻ കാണിക്കട്ടെ, അങ്ങനെ നോക്കണ. കണ്ടോ അറിയില്ല. ശ്യാമിനി എന്നെ നോക്കിയോ? ഞാൻ ചേച്ചിനെയല്ലേ നോക്കിയിരുന്നത്. ഓക്കെ, വരയ്ക്കട്ടെ. ഞാൻ ആദ്യം ലോട്ടിട്ടവരാദ്യം വരയ്ക്കണം. അങ്ങനെയാക്കാല്ലേ? വരയ്ക്കട്ടെ. ഞാൻ ആദ്യം എന്റെ നെക്സ്റ്റ് ശില്പ, ചേച്ചി, നീത. കുഞ്ഞു ചേച്ചി ഇമ്പോസ്റ്റർ, ശില്പ വേറെ. എനിക്ക് തോന്നിയത് കുഞ്ചേച്ചി ഇമ്പോസ്റ്റർ, ശ്യാമ വേറെ. എനിക്ക് തോന്നുന്നു ശില്പ ഇമ്പോസ്റ്റർ, ശ്യാം വേറെ. ഓക്കെ, ഞാനാണ് ഇമ്പോസ്റ്റർ. ഞാൻ മൗണ്ടൈൻ. ഗായ്സ്, അപ്പൊ എനിക്ക് പോയിന്റ് കിട്ടിയില്ല. ഞാൻ മൗണ്ടൈൻ. പോയിന്റ് കിട്ടി, ചേച്ചിക്ക് ഒരു പോയിന്റ് കിട്ടി. എനിക്ക് മാത്രം കിട്ടിയില്ല. 0. ഞാൻ അങ്ങനെ മല ഇങ്ങനെ വരച്ച് പോയതാണ്. ചേച്ചിയാ? ചേച്ചി അവിടെ നിന്ന് നീട്ടം വരച്ചു. ഇമ്പോസ്റ്ററിനെ കൺഫ്യൂസ് ചെയ്യാനാ ഞാൻ അങ്ങനെ വരച്ചത്. അപ്പൊ ഇമ്പോസ്റ്റർ മുകളിലേക്ക് വരച്ചു. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. ചേച്ചിന്റെ കൺഫ്യൂസ് ആവും. പിന്നെ അതല്ല, പക്ഷെ ഞാൻ എന്താ വിചാരിച്ചത് ക്രിസ്മസ് ട്രീ. അതാണ് ഇങ്ങനെ വരച്ചല്ലേ. ഞാൻ തളിന്റെ കുളിക്ക് ചേച്ചിയാണ് ഗൈസ്. കാണിച്ചു. ഞാൻ വരയ്ക്കാം. ഫസ്റ്റ് കുഞ്ചേച്ചി വരയ്ക്കി.
ഞാനല്ലേ പറയണ്ടത്. ഉം. ശ്യാം ഇമ്പോസ്റ്റർ, ശില്പ നോർമൽ. ഞാൻ പറയട്ടെ, ചേച്ചി ഇമ്പോസ്റ്റർ, ശ്യാം നോർമൽ. ഞാൻ പറയുന്നു ചേച്ചി ഇമ്പോസ്റ്റർ, ശില്പ നോർമൽ. ആര് ഇമ്പോസ്റ്റർ എന്ന് പറയട്ടെ? ഞാൻ. എനിക്ക് 2 പോയിന്റ്. അപ്പൊ എനിക്ക് പോയിന്റ് കിട്ടിയിട്ടില്ല. 0. ഞാൻ കൺഫ്യൂഷൻ ആക്കിയതാണ് ചേച്ചിയുടെ. എനിക്ക് പോയിന്റ് വരും. എനിക്ക് അപ്പോഴേ 1 പോയിന്റ് ഉണ്ട് കേട്ടോ. എനിക്ക് 0. എനിക്കിപ്പോ 3 പോയിന്റ്സ്. എനിക്ക് 1 പോയിന്റ്. എനിക്ക് 0 ആണമ്മ. കൈസിന് ശില്പയാണ് ഇടുന്നത്. നോക്കട്ടെ. ആരാ കാണിക്കണ്ടേ? ഞാനാ. കണ്ണട ചിരിക്കട്ടാ, എന്ത് വിളിച്ചിട്ടാ കാണിക്കണ്ടേ? ഞാൻ എന്നല്ലേ വരയ്ക്കണ്ടപ്പോ? ശില്പ പഠിക്കും. ഇമ്പോസ്റ്റർ ഞാൻ പറയട്ടെ, കുഞ്ചേച്ചി, ശ്യാമ നോർമൽ. ഞാൻ പറയുന്നതും കുഞ്ചേച്ചി ഇമ്പോസ്റ്റർ, ശില്പ സാധാ. ഞാൻ പറയണതും നോർമൽ. ചേച്ചിയുടെ ഇമ്പോസ്റ്റർ വണ്ടിക്ക് വരയ്ക്കണോ? എനിക്കിപ്പോ 4 കോക്കനട്ട് ട്രീ. അതുപോലെ വന്നു. അതാ ഞാൻ തെങ്ങ് വെച്ചത് ലാസ്റ്റ് തേങ്ങ. എനിക്ക് 2 പോയിന്റ്. എനിക്കൊരു പോയിന്റ് ആയി. അപ്പൊ കളിയിൽ ഞാൻ ജയിച്ചിരിക്കണം. ഞാൻ 1 പോയിന്റ്. ഞാനും 1 പോയിന്റ്. ചേച്ചി 1 പോയിന്റ്. മൊത്തം പറ. മൊത്തം പോയിന്റാ വന്നേ. എനിക്ക് 4. എനിക്കും 1. ഞങ്ങൾ 2 പേരും ജയിച്ചു, ഇവിടെ തോറ്റു. കുറച്ച് തെങ്ങായി. അത്രേ ഉള്ളൂ. എന്താ ഇനി അടുത്ത കളിയിൽ എന്താ പോലെയല്ലേ വരയ്ക്കുന്നത്? അടുത്ത കളി ജോയിൻ ചെയ്യാനുണ്ടോ? ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്താ ഗൈസ്, അപ്പൊ എല്ലാരെയും വിളിച്ചിട്ട് പാർട്ട് 2 വീഡിയോ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.